ഹായ് ഹലോ എവരി വൺ ഇറ്റ്സ് മീ അമീൻ കരീം. സോ നമ്മളിന്ന് നമ്മുടെ പുതിയൊരു ജാപ്പനീസ് സീരീസ് സ്വിച്ച്ഡ് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് സീരീസ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതിന് മൊത്തം 6 എപ്പിസോഡ്സ് ആണുള്ളത്. എന്തായാലും ഇതിൻ്റെ വൺ ലൈൻ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഇതൊരു സ്പോയിലർ ആക്കുന്നില്ല. നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ മനസ്സിലാക്കുക. ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഡ്രാമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്സൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തും. എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് ചെയ്തും കൂടി കമൻറ്റ് ചെയ്യുക. സോ നമുക്കിനി ഒട്ടും സമയം കളയാതെ ഈ ഒരു ഡ്രാമയുടെ ഫസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. ഈ ഒരു ഡ്രാമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു ക്ലാസ് റൂമാണ് കാണിക്കുന്നത്. അവിടെ കോഷ്റോ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ അയോമി എന്ന് പറയുന്ന ഗേളിനെ പ്രപ്പോസ് ചെയ്യണാണ്. ആക്ച്വലി ആ ഒരു ക്ലാസ്സിലെ തന്നെ ഏറ്റവും സുന്ദരനും സുന്ദരിയുമായിട്ടുള്ള പെൺകുട്ടിയും ആൺകുട്ടിയാണ് ഇവർ. സോ നമ്മുടെ അയോമിക്കാണെങ്കിൽ ചെറുതിലെ മുതലേ കോഷ്റയോട് ഒരു ക്രഷ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ അവരുടെ ഡേറ്റിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യണാണ്. നമ്മുടെ ഈ ഒരു അയോമിക്ക് 16 വയസ്സേ ഉള്ളൂ. ആ ഒരു 16 വയസ്സിൽ തന്നെ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവളുടെ അച്ഛന് ഇഷ്ടമല്ല. എന്നിരുന്നാലും അവളുടെ അമ്മയാണെങ്കിൽ അവളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇതേപോലെ ഒരുക്കി വിടണാണ്. അതേസമയം ടി വിയിലാണെങ്കിൽ ഇന്ന് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം പോലെ തന്നെ വളരെ ഒരു അത്ഭുതകരമായ ഒരു സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഇന്ന് പകൽ തന്നെ ചന്ദ്രൻ ചുവന്ന കളറിൽ പ്രത്യക്ഷപ്പെടുമെന്നെല്ലാം ടി വിയിലും ഇങ്ങനെ പറയുന്നുണ്ട്. അവിടുന്ന് കിട്ടിയതിനാൽ ഒരു തടിച്ചിട്ടുള്ള ഗുണ്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇതേപോലെ സ്റ്റെയർ കയറി തന്നെയാണ്. സോ നമ്മുടെ ഈ ഒരു അയോമിയാണെങ്കിൽ കോഷയെ ഡേറ്റിങ്ങിനായിട്ട് തന്നെയാണ്. സോ കോഷയെ കണ്ടപ്പോൾ തന്നെ സന്തോഷത്തോടു കൂടി അവൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അതേസമയം നമ്മുടെ ഈ ഒരു അയോമിക്ക് ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ തന്നെയാണ്. നമ്മുടെ അയോമിയും എടുത്തു കഴിഞ്ഞാൽ അവിടെ സംസാരിക്കുന്നത് ആ ഒരു തടിച്ചിട്ടുള്ള പെണ്ണാണ്. അവളുടെ പേര് സെൻ എന്നാണ്. അവളാണെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോണേണ്, നീ ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. അപ്പോൾ നമ്മുടെ ഈ അയോമി ഇത് കണ്ട് ആകെ ടെൻഷനാണ്. അവളും അയ്യോ നീ ചാടരുന്നെല്ലാം പറഞ്ഞ് അവളടുത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ നീ അവിടെ നിൽക്ക്, ഞാനിപ്പോൾ ചെയ്യാൻ പോണത് എന്താണെന്ന് കാണുന്നെല്ലാം പറയണം. സോ നമ്മുടെ ആ യോമി ആക്ച്വലി ആ ഒരു ചുവന്ന കളറിലുള്ള സൂര്യനെ കണ്ടിട്ടില്ല, അതിനെ ശ്രദ്ധിച്ചിട്ടില്ല. ഈ ഒരു ജെന്നിനെ മാത്രമാണ് ശ്രദ്ധിച്ചത്. ഈ ഒരു ജെന്നാണെങ്കിൽ അവിടെ നിന്ന് താഴത്തേക്ക് എടുത്ത് ചാടണാണ്. ഈ ഒരു കാഴ്ച കണ്ട് നമ്മുടെ അയോമി ആണെങ്കിൽ അവിടെ ബോധം കെട്ട് വീഴുന്നതാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്തതിനാൽ നമ്മുടെ അയോമി ബോധം കഴിഞ്ഞിട്ട് ഇങ്ങനെ എണീറ്റിരിക്കുമ്പോൾ ബോഡിക്കൊക്കെ ഭയങ്കര വെയിറ്റ്. അപ്പോൾ അടുത്തുള്ള സിസ്റ്ററിൻ്റെ അടുത്ത് ഇതേപോലെ സെൻകോ അവൾക്ക് സുഖമായോ എന്നെല്ലാം ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്ററും ഇങ്ങനെ അത്ഭുതത്തോട് നോക്കിക്കുന്നു. മോളെ നീ തന്നെയല്ലേ സെൻകോ എന്ന് പറഞ്ഞാണ്. സോ കണ്ണാടി നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ഈ ഒരു അയോമി സെൻകോയുടെ ശരീരത്തിലാണ്. സോ ഇത് കണ്ട് ആകെ ഒരു ഇതിൽ നമ്മുടെ ഹീറോയിൻ്റെ കൺട്രോളൊക്കെ പോയി ഇതെങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞ് താഴേക്ക് വീഴാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഡോക്ടർമാരാണ്. ഡോക്ടറുടെ അടുത്ത് തന്നെയാണ് ചോദിക്കുന്നത്. ഇതേസമയം നമ്മുടെ ഈ ഒരു സെൻകോയുടെ അമ്മ അങ്ങോട്ടേക്ക് തന്നെയാണ്. പുള്ളിക്കാരിക്കാണെങ്കിൽ ഇത് അയോമിയൊന്നും അറിയത്തില്ലല്ലോ, തൻ്റെ മോളാണെന്ന് തന്നെ വിചാരിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുതന്നെയാണ് മോന്തക്കിട്ടൊക്കെ ഒരു അടിയും കൊടുക്കുന്നത്. ഈ സെൻകോയുടെ അമ്മയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സെൻകോയുടെ അമ്മ നമ്മുടെ ഈ ഒരു അയോമിയെ കുറേ ചീത്ത പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് പോകണാണ്. അയോമിക്കാണെങ്കിൽ അവരുടെ ബോഡി ആത്മാവ് തമ്മിൽ സ്വാപ്പായെന്ന് അറിയാം, പക്ഷെ അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. സോ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് നമ്മുടെ അയോമി ഇങ്ങനെ ഇരിക്കണാണ്. നമ്മുടെ അയോമി ഇതൊക്കെ ആലോചിക്കണാണ്. നമ്മുടെ ഈ ഒരു അയോമിക്ക് കോഷ്റോ അവരെ കൂടാതെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്, കാന്ന് പേരുള്ള. സോ ഒരു 3 പേരും കൂടി കളിക്കണാണ്. ആ സമയത്ത് നമ്മുടെ കോഷ്റോ ആണെങ്കിൽ അതിൽ ലൂസ് ആവണാണ്. സോ അതുകൊണ്ട് തന്നെ കൂൾ ഡ്രിങ്ക്സ് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാണ്. പയ്യനും പോയിട്ടൊരു മിൽക്ക് ഷേക്ക് വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ കാകയാണെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയ മിൽക്ക് ഷേക്ക് ഇതല്ല, നീ പോയി വേറെ വാങ്ങുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കോഷ്റോ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ അയോമി അങ്ങോട്ട് വന്നിട്ട് വേണ്ട എനിക്കൊരു മിൽക്ക് ഷേക്ക് മതി എന്ന് പറഞ്ഞു അത് വാങ്ങണം. സോ ഒരു 3 പേരും അത് എൻജോയ് ചെയ്ത് കുടിക്കണം. ഇതെല്ലാം ആലോചിച്ച് നമ്മുടെ ഈ ഒരു അയോമി ആണെങ്കിൽ ആകെ ഫീൽ ചെയ്തിരിക്കുകയാണ്. അവിടുന്ന് കട്ടിയത് പിറ്റേ ദിവസം തന്നെ നമ്മുടെ അയോമി നേരെ അവളുടെ എന്ന് പറയുമ്പോൾ സ്വന്തം അമ്മയെ കാണിട്ട് തന്നെയാണ്. അമ്മ നിങ്ങളെന്തെങ്കിലും എന്നെ വിശ്വസിക്കണം, ഞാൻ നിങ്ങളുടെ മകൾ അയോമിയാണ്, എന്നെ നിങ്ങൾ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നെല്ലാം പറഞ്ഞ് ഞാൻ ഇനി എന്താ ചെയ്യണമെന്നെല്ലാം പറഞ്ഞ് അയോമിയുടെ അമ്മയെ പിടിച്ചിട്ട് നിനക്കറിയണാണ്. സോ പുള്ളിക്കാരിക്കും സ്വന്തം എന്താ പറയുക മോളല്ലല്ലോ, കാരണം ഫേസ് ഒക്കെ വേറെയാണല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി മോളെ നിനക്ക് എന്താ പറ്റി, നീ അയോമിയുടെ ഫ്രണ്ടാണോ എന്നെല്ലാം ചോദിക്കണാണ്. മോളെ അയോമി ഇപ്പോഴാണ് ക്ലാസ്സിലേക്ക് പോയത്, നീ എന്തായിരുന്നാലും ക്ലാസ്സിലേക്ക് ഇല്ല ടവളായിട്ട് സംസാരിക്കുന്നെല്ലാം പറഞ്ഞാണ്. സോ നമ്മളുടെ അയോമിയും ക്ലാസ്സിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ കിട്ടുമെന്ന്. എന്നിരുന്നാലും നമ്മുടെ ഈ അയോമിക്കൊരു പേടിയുണ്ട്, കാരണം ഇതേപോലെ സെൻകോയുടെ ദേഹത്താണല്ലോ ഉള്ളത്. സോ അവളും പയ്യെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ബാക്കി ഇരുന്ന് അയോമിന്ന് കോഷ്റോ വിളിക്കുന്നതാണ്. അപ്പോൾ ഇവക്കാണെങ്കിൽ ആശ്വാസമാണ്, അവനെങ്കിലും എന്നെ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് ഓടി അവൻ്റെയൊക്കെ അടുത്ത് എത്തുമ്പോൾ അവനാണെങ്കിൽ ഇവളെ മറികടന്ന് അയോമിന്ന് വിളിച്ച് ഫ്രണ്ടിലേക്ക് പോകണാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സെൻകോ അയോമിയുടെ ദേഹത്തിരിക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു ഹീറോയിനാണെങ്കിൽ അവളുടെ അടുത്ത് ചെന്നിട്ട്
ഇതേപോലെ സ്വാപ്പ് ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നേരെ നമ്മളായിട്ട് ഫൈറ്റ് ചെയ്യണം, എന്താണ് സംഭവിച്ചതെന്നെല്ലാം പറഞ്ഞിട്ട്. സോ ഈ ഒരു ഫൈറ്റിനിടയിലേക്ക് കാക കയറി വന്ന് അവരെ പിടിച്ചു മാറ്റാനാണ്. ശേഷം നമ്മുടെ ഈ ഒരു അയൂമി ആണെങ്കിൽ, നിനക്ക് ഞാൻ പറയുന്ന വിശ്വാസമില്ല, നിങ്ങൾക്ക് ആർക്കൊന്നും വിശ്വാസമില്ല എന്നെല്ലാം പറഞ്ഞാണ്. സോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഇവളിപ്പോ അയോമി അല്ലല്ലോ, സെൻകോ ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ അയോമിയും എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ നിൽക്കുമ്പോഴാണ് ഇതേപോലെ അയോമിയുടെ ഫ്രണ്ട്സ് വന്നിട്ട്, ഇനി നീ മേല ഞങ്ങളുടെ അയോമിയുടെ അടുത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സംസാരിക്കുന്നത് ഇങ്ങനെയല്ലായിരിക്കും, ഈ ഭാഗത്ത് കണ്ടോരെന്നൊക്കെ പറഞ്ഞ് അവരും ചീത്ത പറഞ്ഞ് ഓടിക്കണം. നമ്മുടെ ഈ ഒരു അയോമി ആണെങ്കിൽ ആകെ തകർന്നു പോകണാണ്. സ്വന്തം ഫ്രണ്ട്സ് ആണല്ലോ അവര് പെട്ടെന്ന് ഇങ്ങനെ എതിരെ നിൽക്കുമല്ലോ. സോ അവരും വിചാരിച്ചേക്കണത് ഇത് സെൻകോ ആണെന്നാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ബട്ട് സത്യാവസ്ഥ എന്താണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. നമ്മുടെ ഈ ഒരു അയൂമിയും ആകെ സങ്കടത്തോട് കൂടിയിട്ട് ക്ലാസ്സിലേക്ക് ചെന്നിരിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു ക്ലാസ് ടീച്ചർ വരെ നമ്മുടെ ഈ ഒരു അയൂമിയെ കളിയാക്കാനാണ്. ഇതേപോലെ സെൻകോയുടെ ശരീരത്തിലാണല്ലോ, അപ്പോൾ ഇത് കണ്ടിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസും കളിയാക്കി ചിരിക്കുകയാണ്. ശേഷം ലഞ്ച് ബ്രേക്ക് തന്നെയാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു അയൂമി മാത്രം ഒറ്റയ്ക്കിരുന്ന് കഴിക്കുകയാണ്. ശേഷം ഇതേപോലെ ക്ലാസ് കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും കൂട്ടമായിട്ടാണ് പോകുന്നത്. നമ്മുടെ ഒരു അയൂമി മാത്രം സ്റ്റിൽ സെൻകോയുടെ ശരീരത്തിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഒറ്റക്കാണ് നിൽക്കുന്നത്. അപ്പോഴാണ് അവളും റിയലൈസ് ചെയ്യുന്നത്, കാരണം ഇത്ര നാള് ഈ ഒരു സെൻകോ ഇവിടെയാണ് ഉണ്ടായിരുന്നത്, ഈ ഒരു ക്ലാസ് റൂമിൽ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. ബട്ട് ആരും അവളെ മൈൻഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു അയൂമി പോലും അവളെ മൈൻഡ് ചെയ്തില്ല. ഇവൻ സംസാരിച്ചിട്ട് കൂടിയില്ല. അവൾ എത്രത്തോളം സങ്കടപ്പെട്ടാണ്, കഷ്ടത അനുഭവിച്ചാണ് വരുന്നതെന്നെല്ലാം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിരുന്നാലും അവൾക്ക് പഴയതുപോലെ ആവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ കോഷിറോ ചെന്ന് കണ്ടിട്ട്, ഞാനാണ് നിന്റെ അയോമി, ഇതേപോലെ 2 ദിവസം മുന്നെയാണ് നീ എന്നെ പ്രപ്പോസ് ചെയ്തത്, നമ്മൾ ഡേറ്റിങ്ങിന് പോകാന്നെല്ലാം പ്ലാൻ ചെയ്തല്ലേ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കോഷിറോ ആണെങ്കിൽ അതൊന്നും വിശ്വസിക്കില്ല. അവനാണെങ്കിൽ നിനക്ക് അയോമിയോട് എന്തോ ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു, എന്നിരുന്നാലും അത് 2 ദിവസത്തിനുള്ളിൽ തീർന്നോളും എന്നെല്ലാം പറഞ്ഞ് അവനും അവിടെ നിന്ന് പോണേണ്. ഇവളാണെങ്കിൽ ഈ ഒരു സങ്കടം സഹിക്കാൻ വയ്യാതെ, അവളെ കോഷിറോ പോലും വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇതേപോലെ നമ്മുടെ ഈ ഒരു സ്കൂളിന്റെ ഏറ്റവും ടോപ്പിലേക്ക് വന്നിട്ട് കരയാൻ തുടങ്ങുകയാണ്. ഇതേ സമയം നമ്മുടെ അയോമിയുടെ ശരീരത്തിലുള്ള സെൻകോ അങ്ങോട്ടേക്ക് തന്നെയാണ്. അവളാണെങ്കിൽ വന്നപ്പോൾ തന്നെ, എന്തേ നീ തടിയായിരിക്കുന്നു, ബാക്കി എല്ലാവരും കളിയാക്കണം, ഒറ്റപ്പെടുത്തണ്, വിഷമം അനുഭവിക്കാൻ തുടങ്ങിയില്ലേ, എങ്ങനെയുണ്ട് അതെല്ലാം, ഇത്ര നാളെ ഞാനും അതൊന്ന് അനുഭവിച്ചിരുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ അയോമയാണെങ്കിൽ ഓടി വന്നിട്ട്, അപ്പോൾ നീ തന്നെയാണ് സെൻകോ, നമുക്ക് ഇപ്പോൾ തന്നെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞാന്നെല്ലാം പറയുമ്പോൾ ഇവളാണെങ്കിൽ എനിക്കതിന് മനസ്സില്ല, നീ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ, ഇത്ര നാള് ഞാൻ സ്നേഹിച്ചിരുന്ന കോഷിറോയെ നീ സ്നേഹിച്ചില്ലേ, നിങ്ങൾ തമ്മിൽ ഡേറ്റിംഗ് ആയില്ലേ, അതുകൊണ്ടാണെന്നെല്ലാം പറഞ്ഞ് അവളും അവിടെ നിന്ന് പോണേണ്. അവളും എനിക്ക് മാത്രമാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവളുടെ തൊട്ടടുത്ത് ഒരു കിളി വന്നിരിക്കുന്നത്. അവളുടെ അടുത്ത് ഇങ്ങനെ ചെന്നിരുന്നിട്ട്, നീയും എന്നെ പോലെ ഇടംമാറി വന്നാണെന്നെല്ലാം പറഞ്ഞ്, ഇതേപോലെ എനിക്കൊരു കിളിയെ കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഓണർ ഞാനുമായി കോൺടാക്ട് ചെയ്യണമെന്നെല്ലാം പറഞ്ഞ് ഒരു അഡ്വർടൈസ്മെന്റ് ഇതേപോലെ നോട്ടീസ് ബോർഡിൽ ഇടണാണ്. സോ അവിടുന്ന് സീൻ കട്ട് ചെയ്തതിനാല് മാർക്ക് റിസൾട്ട് വന്നേക്കണാണ്. ഫസ്റ്റ് നമ്മുടെ കോഷിറോ, സെക്കൻഡ് കാക. എന്നിരുന്നാലും ഇവർക്ക് തമ്മിൽ ചെറിയ രീതിയിലാണ് മാർക്ക് ഡിഫറൻസ് ഉള്ളത്. ഇതൊന്നും വലിയ കാര്യമില്ലാതെ നമ്മുടെ കാകയാണെങ്കിൽ ഗെയിമൊക്കെ കളിച്ചിരിക്കുകയാണ്. സോ നമ്മുടെ കോഷിറോ വന്നിട്ടാണെങ്കിൽ, നീ എന്താണ് ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്, നമ്മൾ തമ്മിൽ ചെറിയ മാർക്ക് ഡിഫറൻസ് ഉള്ളൂ, നീ ഒന്നും കൂടി ഹാർഡ് വർക്ക് ചെയ്തതിനാൽ ഫസ്റ്റ് എത്താവുന്നതെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഒരു കാകയാണെങ്കിൽ, ശരി വീടും വച്ചാവാ നമുക്ക് ക്ലാസ്സിൽ പോകാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒരുമിച്ച് ക്ലാസ്സിലേക്ക് തന്നെയാണ്. ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണെങ്കിലോ ഇതേപോലെ അവിടെയുള്ളവരെല്ലാവരും ഭയങ്കര ഉത്സാഹത്തോടു കൂടിയിട്ട് ഒത്തുമയോടിട്ടിരിക്കുകയാണ്. കാരണം അവർക്കൊരു ഫെസ്റ്റിവൽ വരാൻ വേണ്ടി പോകണേണ്. സാധാരണ നമ്മളിവിടെയൊക്കെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ ലീഡറൊക്കെ ഇതേപോലെ വോട്ടെടുപ്പ് അല്ലെങ്കിൽ എത്ര പേർക്ക് താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ അതൊന്നും ഇല്ലാതെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് നമ്മുടെ കാകയെ ലീഡറായിട്ട് സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ കാക്കാണെങ്കിൽ തൻ്റെ കൂടെ കോഷ്റോവും വേണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോഷ്റോയെ സജസ്റ്റ് ചെയ്യണം. പക്ഷേ അവനാണെങ്കിൽ അതിനൊന്നും താല്പര്യമില്ലാതെ ഈ പെയിന്റിങ്ങിന്റെ ഒക്കെ ഗ്രൂപ്പിൽ ചെന്ന് പേര് കൊടുക്കുകയാണ്. ശേഷം പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഇതേപോലെ സ്കേറി ഹൗസ്, ഈ ഒരു പ്രേത വീട് നമ്മുടെ ഈ ഒരു വണ്ടർലയിലൊക്കെ ചെന്നതിനെ കാണുമല്ലോ, അതേപോലെ ഒരു സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു അയൂമി എന്ന് പറയുമ്പോൾ സെൻകോയിനെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അയൂമിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം തന്നെയാണ്. സോ അവളാണെങ്കിൽ ഇത് ഒരാളെ കൊണ്ട് മാത്രമേ മറികടന്ന് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ കോഷിറോ പേര് കൊടുത്ത് അതേ ഗ്രൂപ്പിൽ പേര് കൊടുക്കുകയാണ്. നമ്മുടെ കോഷിറോയെ പ്രതീക്ഷിച്ചാണ് നമ്മുടെ ഒരു അയൂമി ഇരുന്നെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് കാകയാണെങ്കിൽ, നീ ഇപ്പോഴും കോഷിറോയുടെ പുറകെ നടക്കുകയാണല്ലേ, നിനക്ക് അവൻ ഇഷ്ടമാണല്ലേ, നിനക്കറിയാലോ കോഷിറോയും അയോമിയും സെറ്റായെന്ന്, നീ അതൊക്കെ വിട്ടിട്ട് വേറെ നിന്റെ പണി നോക്കുന്നെല്ലാം പറഞ്ഞിട്ട് നിനക്ക് പറ്റിയ പണിയൊന്നുമല്ല എന്നെല്ലാം പറഞ്ഞാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു അയൂമിയാണെങ്കിൽ മനസ്സിൽ, പോടാ ഞാനാണ് ഈ അയൂമി എന്നെല്ലാം പറഞ്ഞിട്ട് അവളും പെയിന്റിങ് വരക്കണാണ്. അപ്പൊ ഇത് കണ്ടിട്ട് കാകയാണെങ്കിൽ, നീ എന്താ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ പോലെ വെറുതെ വൃത്തികെട്ട പെയിന്റിങ് ഒക്കെ വരച്ച് നോക്കണേ, വൃത്തികെട്ട പോലെ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഈ ഒരു അയൂമിയും കാകയും കോഷിറോ ഒക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ ഇങ്ങനൊരു പ്രണയത്തിന്റെ കാര്യം നമ്മുടെ കാക ഇതുവരെ ആയിട്ട് തുറന്നു പറഞ്ഞിട്ടില്ല. ഇവളാണെങ്കിൽ ആരാണ് ആ പെണ്ണ് എന്നെല്ലാം പറഞ്ഞ് വെച്ചിട്ടുണ്ടാക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ഈ ഒരു കാകയാണെങ്കിൽ ഇതേപോലെ ഇത് അയൂമിയല്ല, അവളായിട്ട്
സെൻകോടെ ശരീരത്തിലാണ് ഉണ്ടെങ്കിലും അവനറിയത്തില്ലല്ലോ അത് അയോമിയെന്ന്. സോ അതുകൊണ്ട് തന്നെ ഒന്നും നീ അറിയേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞാണ്. സോ ഇവളാണെങ്കിൽ ഇതേപോലെ പിന്നെയും ചോദിക്കണം. അപ്പൊ അവനാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, പെയിന്റിങ് എന്ന് പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടക്കാണ്. അതിനിടയിൽ ആ പെയിന്റ് ഫുള്ള് നമ്മുടെ ഈ ഒരു കാക്കയുടെ മെത്തി വീഴാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ അയോമി കിടന്ന് ചിരിക്കുകയാണ്. കാക്കക്ക് ഇത് കണ്ടിട്ട് ചിരി തന്നെയാണ്, അവനും ചിരി തുടങ്ങുകയാണ്. ശേഷം ടവലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. അവനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു അയോമി, അതായത് സെൻകോടെ ശരീരത്തിലുള്ള അയോമി ഇതേപോലെ അയോമിനെ പോലെ തന്നെ പെയിന്റ് വരയ്ക്കുന്നല്ലോ എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. പക്ഷെ അവനാണെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് ഈ ഒരു വയസ്സിൽ ആരെ കണ്ടാലും അങ്ങനെ തോന്നും, ഇത് എല്ലായിടത്തും ഉള്ളതാണെന്നെല്ലാം പറഞ്ഞ് അവനും അത് വലിയ കാര്യമാക്കുന്നില്ല. നമ്മുടെ അയോമി ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പെയിന്റൊക്കെ തീർന്നു പോയി, ഞാൻ ഇതിന്റെ ലീഡേഴ്സിന്റെ അടുത്ത് ചെന്നിട്ട് പോയി നോക്കാന്നെല്ലാം പറഞ്ഞ് ഇവളും ഇതേപോലെ പോണേണ്. സോ ഇവളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാക്കാണെങ്കിൽ എന്തോ ഒരു വ്യത്യാസമായിട്ട് ഫീൽ ആവണം. അതുകൊണ്ട് തന്നെ സെൻകോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു അയോമിയും തിരിഞ്ഞു നോക്കുകയാണ്. ആ ഒരു തിരിഞ്ഞു നോക്കലില് കറക്റ്റ് നമ്മുടെ അയോമി തിരിഞ്ഞു നോക്കണ പോലെ നമ്മുടെ ഈ ഒരു കാക്ക് ഫീൽ ആവണാണ്. ഇതെന്താ എന്നത്തെയും പോലെ അല്ല വ്യത്യസ്തമായിട്ട് എന്നെല്ലാം പറഞ്ഞ് അവനും ചെറിയ സംശയങ്ങൾ വന്നുകൊണ്ട് തന്നെ അവനും നമ്മുടെ അയോമിയെ ഫോളോ ചെയ്ത് പോണാണ്. അവളാണെങ്കിൽ വലിയ ഇതിൽ അവളുടെ ഫ്രണ്ട്സ് ആണല്ലോ ഈ പറയുന്ന മരിയയും വേറൊരു പെങ്കൊച്ചിന്റെ പേര് മരിയയും ആൻസിയും. അപ്പോൾ ഇവരുടെ അടുത്ത് പേരെന്ന് വിളിക്കുമ്പോൾ ഇവരാണെങ്കിൽ നിനക്ക് ഞങ്ങളെ കുറെ കാലം പരിചയമുള്ള പോലെയൊക്കെ സംസാരിക്കുന്നത്, ഇനി മുതൽ നീ ഞങ്ങളുടെ കുടുംബ പേര് വിളിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നെല്ലാം പറയാണ്. ശേഷം ആ പെയിന്റിന്റെ ഇതൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഇവിടെ കളിയാക്കണാണ്. ഇതേപോലെ നീ ഇന്ന് കാണാനായിട്ട് ഭയങ്കര സുന്ദരിയാണല്ലോ സെൻകോന്നെല്ലാം പറഞ്ഞേ. ഇതൊന്നും താങ്ങാൻ പറ്റാതെ നമ്മുടെ അയോമി അവിടെ നിന്ന് കരഞ്ഞിട്ട് ഇറങ്ങിപ്പോണാണ്. കാക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് വളരെ ഷോക്കായിട്ട് അവനാണെങ്കിൽ നേരത്തെ ആ ഒരു പെയിന്റിന് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ പേപ്പർ എടുത്തിട്ട് അവളുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അയോമിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് നോക്കുമ്പോൾ കറക്റ്റ് സെയിം. ഇത് കണ്ടിട്ട് അവനും ഷോക്കാവുന്നതാണ്. അപ്പോഴാണ് രാവിലെ നടന്ന കാര്യം, നീ എൻ്റെ ശരീരത്തിലേക്ക് കയറിയിട്ട് നീ എന്താ കാണിക്കണമെന്നല്ല നമ്മുടെ ഈ സെൻകോ എന്ന് പറയുമ്പോൾ അയോമി ചോദിച്ചിട്ടുണ്ടാവില്ല. അതെല്ലാം ആലോചിച്ചിട്ട് ഇവൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അവരുടെ ഇടയിൽ ഇതേപോലെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെന്ന്. അത് കണ്ട് അവനും ആകെ ഷോക്കാവണേ. നമ്മുടെ കാക്ക് മനസ്സിലായി ഇത് പുറത്ത് പറഞ്ഞും കാര്യമില്ല, ആരും വിശ്വസിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ നേരെ ആൻസിയുടെ അടുത്തും മയ്യയുടെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ എന്തിനാണ് സെൻകോയുടെ അടുത്ത് അങ്ങനെ പെരുമാറിയെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാവിലെ അവള് അയോമിയെ തള്ളി താഴെ ഇട്ടു, അതിന് വേണ്ടി ഉണ്ടാണെന്നെല്ലാം പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു സെൻകോ എന്ന് പറയുമ്പോൾ അയോമിയുടെ ശരീരത്തിലുള്ള സെൻകോ ഓടി വന്നിട്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്ത് അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് കരഞ്ഞു വരുമ്പോൾ നമ്മളുടെ ഈ ഒരു അയോമി ആണെങ്കിൽ എന്ന് പറയുമ്പോൾ സെൻകോ ആണെങ്കിൽ അയോമിയുടെ ശരീരത്തിലുള്ള സെൻകോ ആണെങ്കിൽ ഇതേപോലെ അത് വിട്ടേക്ക്, അതെന്റെ തെറ്റാ, ഞാൻ എപ്പോ ഇതേപോലെ കോഷിറോടെ ഇത് അക്സെപ്റ്റ് ചെയ്തോ അപ്പോൾ മുതൽ അവൾക്ക് എന്നോട് ഇതേപോലെ വെറുപ്പാണെന്നെല്ലാം പറയാണ്. സോ എല്ലാവരും അവളെ കളിയാക്കണം. ഇത്രയും തടിയും ഗുണ്ടായിട്ടുള്ള നിനക്ക് കോഷിറോ വേണമെന്നെല്ലാം പറഞ്ഞ് കളിയാക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന നമ്മുടെ കാകയാണെങ്കിൽ നേരെ അയോമയുടെ അടുത്തേക്ക് വന്നിട്ട് നീ മര്യാദക്ക് അവളുടെ അടുത്ത് സോറി ചോദിച്ചിട്ടില്ലെങ്കിൽ നീ ആരെന്നുള്ള രഹസ്യം ഞാൻ കോഷിറോയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. സെൻകോ എന്ന് പറയുമ്പോൾ അവളും ഷോക്കാണ്. കാരണം അവൾക്ക് മനസ്സിലായി ഇതേപോലെ കാകക്കും ഞാൻ ആരാണെന്ന്. സോ അവളും വേറെ വഴിയില്ലാതെ നമ്മുടെ സെൻകോയുടെ അടുത്ത് മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് ഈ അപമാനമൊന്നും സഹിക്കാൻ വയ്യാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടണാണ്. നമ്മുടെ അയോമിയാണെങ്കിൽ ഇതേപോലെ കാക്കയുടെ പുറകെ ഓടിയിട്ട് ചെയ്തു തന്നതിന് നന്ദി എന്നെല്ലാം പറയുമ്പോൾ അവളാണെങ്കിൽ അപ്പോൾ നീ ആയിരുന്നല്ലേ അയോമി, സോറി, നീ 2 ദിവസമായിട്ട് എൻ്റെ പുറകെ നടന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നുണ്ട്, പക്ഷെ ഞാനാണത് മനസ്സിലാക്കാറുന്നത്. ഇനി എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ നിന്നെ ഇതേപോലെ സപ്പോർട്ട് ചെയ്യും സഹായിക്കുന്നെല്ലാം പറഞ്ഞാണ്. അവളും ഇതേപോലെ സന്തോഷിക്കുകയാണ്. ഇതേസമയം അവനാണെങ്കിൽ നമ്മുടെ അയോമിക്ക് ഇഷ്ടപ്പെട്ട ഒരു മിൽക്ക് ഷേക്ക് എടുത്ത് കൊടുക്കുമ്പോൾ അവളും കരഞ്ഞുകൊണ്ടത് വാങ്ങണാണ്. അപ്പോൾ അവനാണെങ്കിൽ തലക്കൊട്ടൊരു പൊട്ട് വെച്ച് കൊടുത്തിട്ട് ഇനി നീ ഒരു കാരണത്തിന് വേണ്ടിയും കരയിടുന്നെല്ലാം പറഞ്ഞാണ്. സോ അവരുടെ നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്തതിനാൽ നമ്മുടെ അയോമി ഇട്ട ആ ഒരു നോട്ടീസ് ബോർഡിൽ ഏതോ ഒരു പെണ്ണ് കൈവെക്കുകയാണ്. സോ ഈ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് എന്ന് പറയുമ്പോൾ ആ പെണ്ണ് ആരാണെന്നുള്ളൊരു ചോദ്യത്തിനത്തോട് കൂടിയിട്ട് ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് ചെയ്യുന്നത് കൂടി പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, സീ യു.